സെയ്ദ് വേൾഡിൻ്റെ ബ്യൂട്ടിഫുള്ളായ നാച്ചുറലായ വ്ളോഗിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ പുതിയ ചെടികളുടെയും പൂക്കളുടെയും വിശേഷങ്ങളുമായി ഇന്നും നമുക്ക് തുടങ്ങാം. ഇതുവരെ പറയാൻ മറന്ന മനോഹരിയായ കലാഞ്ചിയ പൂവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒരു കളർഫുൾ ഗാർഡനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ കലാഞ്ചിയ പൂവ് നിർബന്ധമായിട്ടും നട്ടുപിടിപ്പിക്കണം. വെള്ളയും മഞ്ഞയും ചുവപ്പും ഓറഞ്ചും ഒക്കെയായി പലതരത്തിൽ ഭംഗിയോടെ വിരിഞ്ഞു നിൽക്കുന്ന കലാഞ്ചിയ പൂക്കൾ. സക്കുലന്റെ ചെടികളെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കലാഞ്ചിയ ചെടികളെ പെടുത്താം. കുറച്ച് നല്ല രീതിയിലൊക്കെ കെയർ ചെയ്ത് കൊണ്ടുനടന്നാൽ ഈ പ്ലാന്റ് ഒരുപാട് കാലമൊക്കെ നിലനിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. തണുപ്പ് കാലങ്ങളിലാണ് ഈ കലാഞ്ചിയ പ്ലാന്റ് കൂടുതൽ ഫ്ലവർ തരുന്നത്. നല്ല തണുപ്പുള്ള ഒരു പകൽ നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങി ചുവപ്പും മഞ്ഞയും ഓറഞ്ചും നല്ല പിങ്കുമൊക്കെയായി വിരിഞ്ഞു നിൽക്കുന്ന കലാഞ്ചിയ പൂക്കളെ ഒന്ന് നോക്കൂ. എത്ര ഭംഗിയാണെന്നറിയാമോ, എത്ര സന്തോഷമാണെന്നറിയാമോ. കുറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ ഭംഗിയോടെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത്. മണൽ ചേർന്ന മണ്ണും ചാണകപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതിന് പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കാം. ഈ ഒരു ചെടി നട്ട സമയത്ത് ഞാൻ ഒട്ടും ചകിരിച്ചോറ് യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ മണലടങ്ങിയ മണ്ണും ചാണകപ്പൊടിയും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചെടിക്ക് കൂടുതൽ ഫ്ലവറിങ് ഏത് സമയത്ത് ഉണ്ടാവാൻ ഒരു ട്രിക്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു കാർട്ടൂൺ ബോക്സ് എടുത്ത് ഈ ചെടിയെ നമ്മൾ കുറച്ച് സമയം ഇരുട്ടാക്കി വെച്ച് ബാക്കി സമയം വെയിലും കൊള്ളിച്ചാൽ നല്ലവണ്ണം പൂക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് തട്ടുകളായിട്ടാണ് ഇതിൻ്റെ പൂവ് കാണപ്പെടുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, നല്ല കളറുകളിലും അവൈലബിൾ ആണ്. നല്ല ഡാർക്ക് പിങ്ക്, നല്ല ഭംഗിയുണ്ട് ഈ പൂക്കൾക്ക്. നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് തന്നെ ഒരു അലങ്കാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയുള്ള കളറ് നല്ല ഓറഞ്ച് കളറാണ്. ഇതും നല്ലതായിട്ട് തട്ടുകളായിട്ടാണ് വിരിഞ്ഞു നിൽക്കുന്നത്. കൂട്ടമായാണ് ഇതിൻ്റെ ഫ്ലവർ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചട്ടി നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. ഇനിയുള്ളത് നല്ല ഡാർക്ക് റെഡാണ്. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ പൂക്കളും. അത്യാവശ്യം നല്ല വെയിൽ കൊള്ളുന്ന ഒരു ഭാഗത്ത് തന്നെയാണ് ഞാൻ ഇവയെ സെറ്റ് ചെയ്തിട്ടുള്ളത്. റെഡ് കളർ കഴിഞ്ഞാൽ പിന്നെ യെല്ലോ കളറാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്ന് അതിമനോഹരികളായി തന്നെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഗാർഡന് ഭംഗി കൂട്ടാൻ ഉതകുന്ന ചെടികൾ തന്നെയാണ് കലാഞ്ചിയോ ചെടികൾ. കമ്പ് മുറിച്ച് നട്ടും അതുപോലെ ഇല കുത്തിയും നമുക്കിതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇല നട്ട് നമ്മൾ തൈ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെള്ളം കൂടാതെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് ചെടിയുടെ നനയും. നല്ലവണ്ണം മണ്ണ് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ നനച്ചു കൊടുക്കാൻ പാടുള്ളൂ. വെള്ളം ഓവറായാൽ ചെടി പെടുന്നനെ അങ്ങ് ചീഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ വെള്ളം നനക്കുന്നത് നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ചു വേണം ചെയ്തു കൊടുക്കാൻ. ഈ ഒരു ചെടിയുടെ അടിഭാഗത്ത് ഇലകൾ തിങ്ങി തൂർന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് വൃത്തിയാക്കി കൊടുക്കുന്നതാണ് ചെടിക്ക് നല്ലത്. നല്ല വായുസഞ്ചാരമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അടിഭാഗത്ത് തിങ്ങിക്കൂടിയ ഇലകളൊക്കെ നമ്മൾ വൃത്തിയാക്കി കൊടുക്കുന്നത്. ഇങ്ങനെ കളർഫുള്ളായ കലാഞ്ചിയ ചെടികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കലാഞ്ചിയ ചെടിയാണിത്. ഇതിന് ഇലകളിലാണ് വ്യത്യസ്തത. പൂക്കൾ അത്ര തട്ടുകളായിട്ടൊന്നും അല്ല, സിമ്പിളായിട്ട് വിരിയുന്ന പൂക്കൾ. പക്ഷെ ഇതിൻ്റെ ലീഫ് നല്ല വൈറ്റും ഗ്രീനും ഒക്കെ ആയിട്ട് നല്ല പിങ്ക് ഷെയ്ഡോട് കൂടിയ ഇലകളൊക്കെയാണ്. വളരെ ഉയരത്തിൽ വളർന്നത് കാരണം ഞാൻ അതിനെ മുറിച്ച് കുത്തിയിട്ടുള്ളതാണിത്. ഇങ്ങനെ തണ്ട് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തണ്ടിൽ നിന്നും ഒരുപാട് കമ്പുകളായിട്ട് അത് നല്ല ബുഷിയായിട്ട് വളരും. അങ്ങനെ കലാഞ്ചിയ ചെടികളെ കുറിച്ച് പറഞ്ഞ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എൻ്റെ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക.
ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടു നിന്ന പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.